തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മുടി ഡൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കറുപ്പിക്കുക അല്ലെങ്കിൽ വെളുപ്പിക്കുന്നതും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ദൈവഹിതമാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒന്നാം പ്രമാണ മേഖലയിലെ പ്രഥമ സ്ഥാനങ്ങൾ നമ്മൾ എന്തിനൊക്കെ കൊടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും കർത്താവിനാണ് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമാണ് ചിന്തിച്ചു വരുന്നത്. അതിൽ സൗന്ദര്യത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ചില മേഖലകൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ചിലപ്പോൾ ഞാനിത് പറഞ്ഞു വരുമ്പോൾ വചനപ്രകാരമാണ് നമ്മളിതെല്ലാം ചിന്തിക്കുന്നത്. 1 കൊറിന്ത്യസ് 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, പക്ഷേ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. തുടർന്ന് ചില ഭാഗങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശരീരം ദുർവൃത്തിക്കുള്ളതല്ല, കാരണം കർത്താവിന് വേണ്ടിയിട്ടുള്ള ശരീരം. അപ്പോൾ ഈ ശരീരത്തെക്കുറിച്ച് നമ്മളിനി പല മേഖലകൾ ചിന്തിക്കുമെങ്കിലും നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവഹിതത്തിനും ദൈവവചനത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുന്ന പല മേഖലകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരുപാട് ന്യായവാദങ്ങളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പറയുവാൻ കാണും. എന്നാൽ വചനത്തിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ന്യായവാദങ്ങൾക്ക് ദൈവവചനത്തിന് മുമ്പിൽ പ്രസക്തി ഒന്നുമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു തർക്കത്തിനോ വാഗ്വാദത്തിനോ ഒക്കെ ചിലപ്പോൾ അത് വിജയം കണ്ടെത്താൻ പറ്റിയേക്കും. അതുകൊണ്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളത് കൂടിയാണ് ഈ സന്ദേശങ്ങൾ. ഇപ്പോൾ ചില ഉടനെ തന്നെ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ദൈവവചനം അനുസരിക്കുന്നവരല്ലേ? ദൈവവചനം അനുസരിക്കുന്നവർക്ക് അതിൻ്റേതായ രീതിയിൽ എല്ലാ വചനങ്ങളും ദൈവം എഴുതിയ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും വള്ളി പുള്ളി തെറ്റാതെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ ബൈബിളിൽ അങ്ങനെയുള്ള ഒരു ഭാഗം കൂടെ പെട്ടെന്ന് വായിച്ചു പോയിട്ട് പിന്നെ അടുത്ത സന്ദേശങ്ങളിലൊക്കെ അത് കയറി വരും. ഞാൻ വായിച്ചു പോകാം. 1 തിമോത്തി 6-ാം അധ്യായം 4-ാം തിരുവചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. ഞാനല്ല പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, തിമോത്തിയോസിനോട് പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവരുണ്ടാകും. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇപ്പോൾ നമുക്ക് തർക്കിക്കാനൊന്നും താല്പര്യമില്ല. വാക്കുകളെ ചൊല്ലി തർക്കിക്കാനോ എല്ലാം ചോദ്യം ചെയ്യാനോ നമുക്ക് താല്പര്യമില്ല. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് അസൂയ ഉണ്ടാകും. ചിലപ്പോൾ എനിക്കല്ല അസൂയ ഇത് ചെയ്യുന്നതിൽ, നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് നിങ്ങളുടെ കാര്യം. ഒരു വ്യക്തിക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം അനുസരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ജീവിക്കേണ്ട ചില രീതികൾ ബൈബിളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞതേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ശരിയാണ് എന്നുള്ള ഒരു ധാരണയിൽ നമ്മളെ അറിയാവുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷകൾ ശ്രദ്ധിക്കണം, ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർ ചിന്തിക്കുകയാണ് അതൊരു ശുശ്രൂഷകൻ ചെയ്തതുകൊണ്ടോ ഒരു ധ്യാനഗുരു ചെയ്തതുകൊണ്ടോ അത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ അവരത് ചെയ്യത്തില്ലല്ലോ എന്നൊരു ധാരണയിലേക്ക് അവർ കടന്നു വരികയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെയും ദൈവമഹത്വത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരികയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഇത് ദൈവഹിതമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് പാപമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നതെല്ലാം പാപത്തിൽ പെടുന്നത് തന്നെയാണ്. നിങ്ങൾ കുമ്പസാരക്കൂട്ടി ചെന്നാൽ ചിലപ്പോൾ അത് പാപമാണെന്ന് പറഞ്ഞെന്ന് വരത്തില്ല. ഞാൻ ഒരു മാനസിക അസ്വസ്ഥയുള്ള വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം. പക്ഷേ ദൈവവചനം ഒരിക്കലും മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്നതോ പൊട്ടത്തരം ഉണ്ടാക്കുന്നതോ ഒന്നും കാണുന്നില്ല. ഇതുകൊണ്ട് ആരും അസ്വസ്ഥപ്പെടുകയും വേണ്ട. എന്നാൽ ദൈവവചനം എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ തർക്കിക്കുന്നവരുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിനെതിരെ
അപ്പോൾ ദൈവജനത്തിനെതിരെ സംസാരിക്കുന്നവരുടെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ പറയുന്നത്, അവർ ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളുടെയും ഇതിൻ്റെയും ഫലം അത്രേ. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കിതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം നമുക്കൊരു വലിയ സൗന്ദര്യം നൽകിയിട്ടുണ്ട്, അഴക് നൽകിയിട്ടുണ്ട്. അത് തെറ്റല്ല, നല്ലതാണ്. എന്നാൽ ആ അഴകിന്, ആ സൗന്ദര്യത്തിന് അമിത വില കൽപ്പിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2 പറയുന്നത് ഇങ്ങനെയാണ്: അഴകിന് അമിത വില കൽപ്പിക്കരുത്. സൗന്ദര്യത്തിനും അഴകിനും വില കൽപ്പിക്കുക, പക്ഷേ അമിത വില എന്ന് വെച്ചാൽ അതേന്നും പറഞ്ഞ് ജീവിക്കുക, അതിനുവേണ്ടി പണം ഒരുപാട് ചിലവാക്കുക, അഴകില്ലെന്നോർത്ത് അവഗണിക്കുകയും വരുത്. ചിലർക്ക് സൗന്ദര്യം ഉള്ളതിൻ്റെ പേരിൽ സൗന്ദര്യമില്ലാത്തവരെ കാണുമ്പോൾ ഒരു അവഗണന കടന്നു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഴകില്ലെന്നോർത്ത് അവഗണിക്കുകയും വരുത്. ഇനി വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. ചിലർക്ക് സൗന്ദര്യം വരുന്നത് വസ്ത്രം വിട്ട് കഴിയുമ്പോഴാണ്. ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകമായ ചില ഡിസൈനുകളാണ് ചിലരെ അഴകിനും സൗന്ദര്യത്തിനും കാരണം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നിലയനുസരിച്ച് നിങ്ങൾ കൂടിയ വസ്ത്രങ്ങൾ, കൂടിയ അഴകുള്ള വസ്ത്രങ്ങൾ, വസ്ത്രത്തിൻ്റെ ഉദ്ദേശം എന്താ? ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മറയ്ക്കേണ്ടതുപോലെ മറയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് ഫാഷനൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷേ അത് മറ്റുള്ളവരെ ആകർഷിക്കാനായിരിക്കരുത്, മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിരിക്കരുത്. ഇപ്പോൾ വന്ന് ഏതേൻ തോട്ടത്തിൽ അത്തിയില തുന്നി വസ്ത്രം ഇട്ടതുപോലെ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം. എന്ന് വെച്ചാൽ ആ വസ്ത്രം എങ്ങനെ നെയ്യണമെന്നും എന്തില കൊണ്ട് നെയ്യണമെന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് പിശാചായിരുന്നു. അതുകൊണ്ട് പിശാച് പറഞ്ഞതുപോലെ നെയ്തത് കൊണ്ട് വെയിലാറിയപ്പോഴാണ് പിതാവായ ദൈവം കടന്നു വരുന്നത്, ദൈവമായ കർത്താവ് കടന്നു വന്നു. അപ്പോൾ വെയിലുണ്ടായിരുന്നു, വെയിലാറിയപ്പോൾ വരുമ്പോൾ കാണുന്നത് ഇരയെല്ലാം ചുരുണ്ട് ചുക്കി ചുളുങ്ങി കിടക്കുകയാണ്. അപ്പം ശരീരത്തിൽ മറഞ്ഞിട്ടില്ല, മറഞ്ഞതുപോലെ ഒരു തോന്നലുണ്ടാക്കിയിട്ടേ ഉള്ളൂ. അത്യാവശ്യം അവരുടെ ശരീരം ഏതാണ്ട് 3/4 ഭാഗമെങ്കിലും കാണത്തക്ക രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ കർത്താവിന് മനസ്സിലായി ഇവരുടെ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്, വസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവിന് പിന്നെ ഒരു കാര്യം മനസ്സിലായതാണ്, ഇവരെപ്പോഴും നഗ്നരാണെന്നാണ് പറയുക, അതുകൊണ്ട് ഇവർക്ക് വസ്ത്രം ആവശ്യമാണ്. അതുകൊണ്ട് ഇവർക്ക് നല്ല ഒരു വസ്ത്രം, അവിടുന്ന് ഒരു ഉടയാട അവിടുന്ന് തന്നെ ഉണ്ടാക്കി ശരീരം മുഴുവൻ മറയത്തക്ക രീതിയിൽ അത് ക്രമീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ വസ്ത്രം ഇട്ടാലേ, ദൈവം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെ ക്രമീകരിച്ചാലേ നമ്മുടെ ശരീരത്തിന് മഹത്വം ഉണ്ടാകുകയുള്ളൂ, ഈ ശരീരം ഉയർപ്പിക്കപ്പെടേണ്ടതാണെന്നുള്ള സത്യം അറിയുക. അപ്പോൾ അതുകൊണ്ടിവിടെ പറയുകയാണ്, ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുതും എന്നൊന്ന് ഒരു വചനം കൂടെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: അഴകിന് അമിത വില കൽപ്പിക്കരുത്. അമിത വില കൽപ്പിക്കരുത്. അഴക് വേണ്ടെന്ന് പറയുന്നില്ല, എന്നാൽ അതിന് വലിയ വില കൽപ്പിക്കരുത്. ഇനി അങ്ങനെ വില കൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡൈയുടെ കാര്യം പറയുമ്പോൾ ബൈബിളിൽ ഇപ്രകാരം കുറച്ച് വാക്കുകളുണ്ട്. അതിൽ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈ വചനഭാഗങ്ങളൊക്കെ നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് മുമ്പിലും പിൻപിലുമുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴപ്പെട്ട മേഖല കിട്ടും. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ തലയിൽ മുടിയില്ലാത്തതിനെ ഓർത്ത്. കാരണം എൻ്റെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചീകുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ തോർത്തുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലോ എൻ്റെ തലയിലെ മുടിയിഴ അവിടെ നിന്ന് പോകുമ്പോൾ ആ മുടിയിഴയെല്ലാം എണ്ണപ്പെട്ട മുടിയിഴയായിരുന്നു. അപ്പോൾ ആ എണ്ണപ്പെട്ട മുടിയിഴ അവിടെ നിന്ന് പോകുമ്പോൾ അതിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുടിയുടെ കാര്യത്തിൽ പോലും പിതാവായ ദൈവത്തിന് വ്യക്തമായൊരു ധാരണയുണ്ട് നമ്മളെക്കുറിച്ച് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 5:36 നമ്മൾ കാണുന്നുണ്ട്, നിൻ്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്. ആണയിടുന്ന പല മേഖലയെക്കുറിച്ച് അവിടെയുണ്ട്, 2-ാം പ്രമാണത്തെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവിടെ പറയുകയാണ്, നിൻ്റെ ശിരസിനെ കൊണ്ട് നീ ആണയിടരുത്. എന്തുകൊണ്ടാണ്? അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കില്ല. ഇപ്പം ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട്, മുടി മൊത്തം കറുത്തിരിക്കുക, ചിലയിടത്ത് നരയുണ്ട്.
കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നര കൂടുതലും കറുത്ത ഭാഗം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ചിലർ മൊത്തം അങ്ങ് വെളുപ്പിക്കാനുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചിലർ ചെയ്യാതെ തന്നെ വന്നേക്കാം, എന്നാലും അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യുന്നവരുണ്ട്. മുടി വെളുപ്പിക്കുക. ചിലരെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവരുടെ മുടിയിൽ അവർ ഡൈ ചെയ്യുമ്പോൾ ഹെന്ന അതുപോലത്തെ ഈ ചില കളറുകൾ വയ്ക്കാറുണ്ട്. ഭൂരിഭാഗം പേരും ചെയ്യുന്നൊരു കാര്യം മുടി കറുപ്പിക്കുക എന്നുള്ളതാണ്. വെളുത്ത ഒരു മുടി പോലും അവർ നോക്കത്തില്ല, അവർ മൊത്തം കറുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. ഡൈ മേടിച്ച് അവർ കറുപ്പിക്കും. ചിലരത് ചെയ്ത് അവർക്ക് അലർജി വന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുമായിട്ട് അവർ നിർത്തിയിട്ടില്ല. അവരെ പ്രായം തോന്നിക്കാതിരിക്കാൻ, അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രായമൊക്കെ നമ്മളെപ്പോഴാണ് പ്രായമാണ്? ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാകുമ്പോൾ അവിടെ നമുക്കൊരു യുവത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കതയുടെ അല്ലെങ്കിൽ ഒരു സൗന്ദര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഉള്ളത് അംഗീകരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു കറുപ്പിനോ വെളുപ്പിനോ അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്. ഉത്തമഗീതത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 5-ൽ പറയുന്നത് എങ്ങനെയാണ്? ജെറൂസലേം പുത്രിമാരെ, ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമൻ്റെ തിരശീലകൾ പോലെയും അഴകുള്ളവളാണ്. ദൈവവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. എങ്കിലും ഞാൻ കറുത്തവളാണെങ്കിലും അഴകുള്ളവളാണ്. അതുകൊണ്ട് കറുപ്പിന് 7 അഴകോ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞ് കേൾക്കാറുണ്ട്. അതുകൊണ്ട് കറുത്തത് വെളുപ്പിക്കാനോ വെളുത്തത് കറുപ്പിക്കാനോ ഒന്നും ആരും പോകേണ്ട ആവശ്യമില്ല. അത് വെച്ച് മാർക്കിടുന്ന പല പരിപാടികളുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപോലെ ഫാഷൻ ഷോകൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ശരീരം വിൽപ്പനയും. നിങ്ങൾ കടകളിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആ കടയിൽ ജോലിക്ക് വന്ന ഏറ്റവും സൗന്ദര്യമുള്ള മനുഷ്യർ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ രീതിയിലുള്ള അഴകുള്ള പെൺകുട്ടികളെ ആ കടയുടെ ഏറ്റവും മുൻഭാഗത്ത് കൊണ്ടുവന്ന് അവിടെ ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി നിർത്തും. അപ്പോൾ ആ സ്വീകരിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ അവർ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ, അവരുടെ മനസ്സിൽ ചിലപ്പോൾ അതില്ലെങ്കിലും ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ അവർക്ക് ദുഃഖപൂരിതമാണെങ്കിലും അവരവിടെ ഒരു പുഞ്ചിരിയോടെ നിന്ന് നിങ്ങളെ സ്വീകരിച്ച് കൊണ്ടുപോകും. മാഡം, സാറേ, എവിടെയാണ് പോകേണ്ടത്, എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് അവർ നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ സൗന്ദര്യം ഒരു കച്ചവടമായിട്ട് അവിടെ മാറുകയാണ്. വെറുതെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് മനുഷ്യൻ്റെ ശരീരം. ആ ശരീരത്തിലെ അഴക് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചിലർ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ ചങ്ങാത്തം കൂടുക, അത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക വിചാരിച്ച് വരുന്നൊരു കാര്യമാണ്. എങ്കിലും ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ ഇത് അറിഞ്ഞും കൊണ്ടൊരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ എല്ലാം ഇതാണ് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ, പ്രത്യേകിച്ച് മുടിയെക്കുറിച്ച് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എഴുതി വച്ചിരിക്കാനും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കില്ല. ഉടനെ തന്നെ ചിലപ്പോൾ ഒരു കമൻറ്റ് വരാൻ സാധ്യതയുള്ളത് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഇത് പറയുമ്പോൾ ചിലർ പറയും ഞാൻ അവരെ കുറ്റപ്പെടുത്തി വിമർശിച്ചു. ചിലപ്പോൾ ഒരു മെത്രാനായിരിക്കാം, ഒരു വൈദികനായിരിക്കാം, ഒരു സന്യാസിനിയായിരിക്കാം, ഒരു ധ്യാനഗുരുവായിരിക്കാം, ഒരു ശുശ്രൂഷകനായിരിക്കാം. അവർ ചിലപ്പോൾ ഡൈ അടിക്കുന്നവരായിരിക്കാം. അവരുടെ കാര്യം അവർക്ക് വിട്ടുകൊടുത്തേക്കുക. ചിലപ്പോൾ അവർക്ക് വചനത്തെ ഈ ഇത്രയും ആഴപ്പെട്ട ഒരു മേഖല മാർപ്പാപ്പയെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ ഒരു വാക്കിലേക്കല്ല ഞാൻ പോകുന്നത്. അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ബൈബിൾ ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. ഇനി അറിവുണ്ടെങ്കിലും ജനത്തെ ഒരു കാര്യമുള്ളത്, ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പലയിടത്തും നടക്കുന്നത് ഇങ്ങനെയാണ്. ചിലർ മുടി ചീകുന്നത് ചിലർ പറഞ്ഞിട്ടാണ്, അവർ പറയുന്ന സ്റ്റൈലിലാണ് മുടി ചീകുന്നത്. ഇപ്പോൾ ചില സന്ദേശക്കാർ പറഞ്ഞിട്ടുണ്ട്, അവർ സന്ദേശം എടുത്തിട്ട് ഈ രീതി മുടി ചീകിയാലേ അഭിഷേകം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെ കുറേ പേർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെന്തിനും സന്ദേശപ്പെടുത്താണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മുടി വെളുപ്പിക്കുക, കറുപ്പിക്കുക, അല്ലെങ്കിൽ മുഖത്ത് ഇങ്ങനെ വാരി തേക്കുക, അല്ലെങ്കിൽ അത് മനോഹരമാക്കുക എന്നൊന്നും പറയാൻ പരിശുദ്ധാത്മാവിന് താല്പര്യമില്ല. പരിശുദ്ധാത്മാവിന് അതല്ല പരിപാടി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ സൗന്ദര്യത്തേക്കാൾ ഉപരി മുകളിൽ നിൽക്കുന്ന ഒന്ന് ദൈവിക തേജസ്സാണ്. ജോബിൻ്റെ പുസ്തകം 40:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക, മഹത്വവും പ്രഭാവവും ധരിച്ചു കൊള്ളുക. അപ്പോൾ നമ്മളെ അലങ്കരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? മഹിമയും പ്രതാപവും കൊണ്ട്
നിന്നെ തന്നെ അലങ്കരിക്കുക. അപ്പം ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള എങ്ങനെയാണ്, നമ്മളിപ്പം ഈ ചാനലിലും അതുപോലെ ബത്ലഹേം ടി വിയിലും നമ്മുടെ ക്ലാസ്സുകളുണ്ട്. ഈ 2 ചാനലുകളിലും ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞാൻ പൗഡറോ ഏതെങ്കിലും ക്രീമുകളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ചിലപ്പോൾ ചില റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ആവശ്യമായിരിക്കാം. അതിൻ്റെ കാരണം എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ചിലരുടെ മുഖം ഒരു ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണമയം കൂടുതലുള്ളതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ചില പൗഡറോ ചില ക്രീമുകൾ ഇട്ട് കൊടുക്കും. അത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇട്ട് കൊടുക്കുന്നതല്ല, പിന്നെയോ ലൈറ്റ് അടിക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ വെട്ടം ചെന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ ചെയ്യുന്നൊരു കാര്യമാണ്. ദൈവാനുഗ്രഹത്തിന് എൻ്റെ മുഖത്ത് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ട്, ഓയിൽ കണ്ടൻ്റ് ഉണ്ട് എങ്കിലും റെക്കോർഡിങ് സമയത്ത് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യവുമില്ലാത്ത ഒരാളാണ്. സാധാരണ ചെയ്യുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, മുഖം നല്ലവണ്ണം ഒന്ന് കഴുകും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇങ്ങനെ ഡൈ ചെയ്യുന്നു അല്ലെങ്കിൽ സൗന്ദര്യ വസ്തുക്കൾ ഇടുന്നതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, മനുഷ്യശരീരം വൃത്തിയോടെ കൊണ്ടു നടക്കണമെന്ന് പറയും. പ്രിയമുള്ളവരെ, ആര് സൗന്ദര്യവർദ്ധക വസ്തുക്കളോ അല്ലെങ്കിൽ ഡൈ ചെയ്യുന്നതോ ശരീരം വൃത്തിയാകാൻ വേണ്ടിയിട്ടല്ല. വൃത്തിയാക്കാൻ നമ്മൾ കുളിച്ചാൽ മതി, സോപ്പിട്ട് നല്ലോണം കഴുകിയാൽ മതി വൃത്തിയാകാനായിട്ട്. അപ്പോൾ വൃത്തിയുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ചിലർ കുളിക്കാത്തവർ വരെ ഇത് ചെയ്യുന്നത് കണ്ടേക്കാം. വൃത്തിയുമായിട്ട് ബന്ധമൊന്നുമില്ല. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും വ്യക്തി എന്നോട് വന്ന് പറഞ്ഞതാണ്, സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ മേൽ വന്ന് പതിക്കും. അപ്പോൾ പതിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്, സൂര്യപ്രകാശം തട്ടാതിരിക്കാനുള്ള ക്രീം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നത്? അത് ഞാൻ IT ഫീൽഡിലാണ്. അപ്പം നിങ്ങൾ രാവിലെ എത്ര മണിക്ക് കയറും? ഞാൻ 8-8:30 ആകുമ്പം കയറും. AC മുറിയിലാണ് ഇരിക്കുന്നത്. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ഇറങ്ങത്തുള്ളൂ. പിന്നെ എവിടെ ഈ സൂര്യപ്രകാശം കൊള്ളുന്നത്? അങ്ങനെയാണ് ഈ കർഷകരെല്ലാം ഇതിട്ടുകൊണ്ട് നടക്കണ്ടേ? ചിന്തിച്ചു നോക്കണം. പറമ്പിൽ പണി ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെ അൾട്രാവയലറ്റ് രശ്മികൾ അപകടകാരികളാണ്, പക്ഷേ ചെയ്യേണ്ടതല്ലേ. ഇത് വീടിനകത്ത് തന്നെ കുത്തിയിരിക്കുകയും പുറത്തിറങ്ങാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ സൺസ്ക്രീം ഇട്ടിട്ട് നടക്കുകയാണ്. സൂര്യനെ പേടിച്ച് നടക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ അടുത്ത കാലത്ത് ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമുക്കറിയാം വിവാഹങ്ങളൊക്കെ വളരെ കുറവാണ്. വിവാഹത്തിനൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ചില വർദ്ധക വസ്തുക്കളെന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം ആ ഒരു ക്യാമറയിലൊരു നല്ല ഫേസൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നുണ്ട്. അത് നിരന്തരം ഉപയോഗിക്കുന്നതാണ് ഈ അപകടം. ചിലർ യാത്രയ്ക്ക് പോയാലും ഇതിട്ടുകൊണ്ടേ പോവുള്ളൂ. ഇപ്പം ഞാൻ ചിന്തിച്ചൊരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമുക്ക് കല്യാണങ്ങളൊക്കെ ഇപ്പോൾ വളരെ ഉണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും ഒരു നാട്ടിൽ തന്നെ 6-7 ബ്യൂട്ടി പാർലറുകളാണ്. അപ്പോൾ ഈ 6-7 ബ്യൂട്ടി പാർലറുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികതയില ഞാൻ കരുതിയിരുന്നത് വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഇതിൻ്റെ ആവശ്യകത എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, തിരുനാളുകൾക്ക് പോലും പള്ളിയിൽ തിരുനാളിൻ്റെ തലേ ദിവസം ബ്യൂട്ടി പാർലറുകളിൽ തിരക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, ഈ പിരികമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഇത് പറിച്ച് വേദന എടുത്ത് ഇത് പറിച്ച് കളയുക. ഇവിടെ എഴുതി വച്ചേക്കുന്ന വാക്കെന്താ? ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശരീരത്തിലെ ഒരു മുടിയുടെ പോലും നശിക്കത്തില്ല എന്ന് ബൈബിളിലുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 12 പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവിളക്ക് വിലയുള്ളവരാണ്. അപ്പം നമ്മുടെ മുടി ഒരാൾക്ക് പറിച്ച് കളയാനായിട്ട് നമ്മൾ അനുവാദം കൊടുത്താൽ അത് തെറ്റ് തന്നെയാണ്. എന്നാൽ പലപ്പോഴും ആരെങ്കിലും പറിച്ചുകൊണ്ട് പോയി, വിശുദ്ധരെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് സൗന്ദര്യവർദ്ധക കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ ദാനമായി നൽകിയിരിക്കുന്ന ഇതിനെ പണം കൊടുത്ത് വേദന സഹിച്ച് പറിച്ചു മാറ്റി എന്താണ് ഉദ്ദേശിക്കുക? ചിന്തിച്ചു നോക്കണം. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കേൾക്കാനൊരു വാക്കുണ്ട്. 7-ാം അധ്യായം 17, അത്യന്തം വിനീതനാവുക. ചിലപ്പോൾ തിളയ്ക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ചിലർക്ക്. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. അധർമ്മിക്ക്. പ്രഭാഷകൻ്റെ പുസ്തകം 10-9, 10-ാം അധ്യായം 9, പൊടിയും ചാരവുമായ മനുഷ്യന്
അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. ഇപ്പം തന്നെ ചില ശരീരങ്ങളിൽ പുഴുവുണ്ട്, കൃമികളുണ്ട്. മരിച്ചു കഴിയുമ്പം പിന്നെ അത് പുറത്തുകൂടെ കുറച്ചുകൂടെ വരുമെന്നില്ല. മിക്കവാറും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഈ കൃമിയും പുഴുവും കിടപ്പുണ്ട്. നമ്മൾ പൊടിയും ചാരവുമായ മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ അഹങ്കാരം കണ്ടാലോ, ഈ പുഴുവെടുത്തു പോകേണ്ട ശരീരത്തെ ദൈവം അലങ്കരിച്ചിട്ടുണ്ട്. അതിനെ തൃപ്തിപ്പെടാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വീണ്ടും അലങ്കരിക്കാനായിട്ട് പോകുമ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുക. നമ്മുടെ ഓരോ അവയവവും നിർമ്മിക്കാൻ നേരത്ത് അത് കൃത്യമായ രീതിയിലാണ് ക്രമീകരിച്ചത്. അപ്പം നിങ്ങൾ ഇതിലെ അംഗവൈകല്യമുള്ളവരുടെയും മറ്റുള്ളവരെയൊക്കെ ശരീരമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം. അതിൽ മാരക വിഷയമൊന്നുമില്ല. പക്ഷേ ഈ സൃഷ്ടിയായ മനുഷ്യൻ ഭൂമിയിലേക്ക് വരണമെങ്കിൽ മറ്റു സൃഷ്ടികളെ ആവശ്യമാണ്, അപ്പനും അമ്മയും. ഈ അപ്പനും അമ്മയിലും എന്താണോ കിടക്കുന്നത്, ആ അശുദ്ധ പാർട്ടുകൾ, വിശുദ്ധി ഉണ്ടെങ്കിൽ വിശുദ്ധിയുടെ അംശം, അശുദ്ധി ഉണ്ടെങ്കിൽ അശുദ്ധിയുടെ അംശം, രോഗങ്ങൾ, തകർച്ചകളുണ്ട്, അത് ആരോഗ്യമുണ്ടെങ്കിൽ അത്. അപ്പോൾ ഭൂരിഭാഗം പല മേഖലകളിലും പാപത്തിൻ്റെ അനുദപിക്കാതെ കിടക്കുന്ന ബന്ധനങ്ങൾ, തലമുറകളുടെ ശാപങ്ങൾ, പാപബന്ധനങ്ങൾ, രോഗപീഠകൾ, ഇതെല്ലാം കിടന്ന് ജനിക്കുന്ന കുഞ്ഞിലേക്ക് അപ്പൻ്റെയും അമ്മയുടെയും ഉള്ളിൽ കിടന്ന പല നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ളത് അങ്ങനെ കൃപയാൽ ജീവൻ നയിക്കുന്നവർക്ക് കുഴപ്പമില്ല. കൃപയല്ലാത്തൊരു മനുഷ്യനിൽ നിന്ന് ജനിക്കുന്ന കുട്ടിയുടെ അവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ ജന്മത്തിൽ അത് ഒരുപാട് ക്രമക്കേടുള്ള കുഞ്ഞായിട്ട് ജനിക്കപ്പെടും. ബൈബിളിലെ വാക്ക് വായിക്കാം. 1 കൊറിന്ത്യസ് 12-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 24-ാം തിരുവചനം, ഭംഗിയുള്ള അവയവങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ല. ഞാൻ 23 വരെ വായിക്കാം. അല്ലെന്ന് കരുതപ്പെടുന്ന അവയവങ്ങൾക്ക് നമ്മൾ കൂടുതൽ മാന്യത കൽപ്പിക്കുകയും ഭംഗി കുറഞ്ഞവയെന്ന് കരുതപ്പെടുന്നത് കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഭംഗിയുള്ള അവയവങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ല. ദൈവമാകട്ടെ അപ്രധാനങ്ങളായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കത്തക്ക വിധം ശരീരം സംവിധാനം ചെയ്തിരിക്കുന്നു. ഇച്ചിരി ആഴത്തിൽ ചിന്തിക്കാനുള്ളതാട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ ഒരു വാക്കും പറഞ്ഞ ഇതിലൊക്കെ വരും. അപ്പോൾ അവിടെ പറയുകയാണ്, പ്രാധാന്യം ലഭിക്കത്തക്ക വിധം ശരീരം സംവിധാനം ചെയ്തു. അപ്പോൾ ഈ ശരീരം ആരാ സംവിധാനം ചെയ്ത? ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള അധികാരത്തിൻ്റെ മേലുള്ള കൈകടത്തലായിട്ട് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും ഡൈ ചെയ്യുന്നവരുമൊക്കെ ചെന്നു പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 31:30, സുകുമാര്യം വഞ്ചന നിറഞ്ഞതും, എന്ന് വെച്ചാൽ അഴക് യുവത്വമൊക്കെ വഞ്ചന നിറഞ്ഞതും, സൗന്ദര്യം വ്യർത്ഥവുമാണ്, പ്രയോജനമില്ലാത്തതുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പൂർവികരായ മാതാപിതാക്കളൊക്കെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതും അവർ കൃപയ്ക്കാണ് പ്രാധാന്യം കൊടുത്തതെന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ട് ബൈബിളിൽ നിന്ന് അടുത്ത സന്ദേശങ്ങൾ വായിക്കും. നമ്മൾ അടുത്ത സന്ദേശങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുള്ളത് സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കുടുങ്ങിപ്പോകരുത്. നമ്മളെ കർത്താവ് അലങ്കരിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 6:30 പറയുന്നത് പോലെ, ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികൾ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. ലിപ്സ്റ്റിക്കൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് നമ്മളെ അലങ്കരിക്കട്ടെ. കർത്താവ് കൃപയാൽ നമുക്ക് മഹത്വം തരട്ടെ, തേജസ് തരട്ടെ. അതിനുവേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ധ്യാനം മാർച്ച് 23 മുതൽ 28 വരെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തകർച്ചകളോ തടസ്സങ്ങളോ കടബാധ്യതയോ രോഗമോ ഒരുപാട് ധ്യാനം കൂടിയിട്ടും നിങ്ങൾക്കൊരിക്കൽ പോലും ഒരു അനുഭവത്തിലേക്ക് വരാൻ, സന്തോഷത്തിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സൗജന്യ ധ്യാനമാണ്. ദയവായിട്ട് കടന്നു വരിക. കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അങ്ങനെ ദൈവീകമായ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ആഴമായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ,
ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. മറ്റുള്ളവർ ദൈവവചനത്തിൻ്റെ ആഴം മനസ്സിലാക്കട്ടെ, കർത്താവ് ആഗ്രഹിക്കുന്ന മനസ്സിലാക്കട്ടെ, കർത്താവിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഈ ശുശ്രൂഷകളെല്ലാം ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബത്ലഹേം ടി വിയിലെ ശുശ്രൂഷകൾ നിങ്ങൾ രണ്ടാം വരവിനെ കുറിച്ചുള്ളതാണ്, പങ്കെടുക്കുക. ഇതിന് രണ്ടാം വരവിന് വേണ്ടി ഒരുക്കമായിട്ടുള്ള വിശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ മേഖലകളിലൂടെ നമുക്ക് കടന്നു പോകാൻ കർത്താവ് തരുന്ന കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ തലയിൽ ഒരു മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അത് കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ സാധ്യമല്ലെന്ന് പറയുമ്പോൾ, സാധ്യമാണെന്ന് പറയുന്ന പല പ്രവൃത്തികൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് മാപ്പ് തരണമേ. ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അതിനാൽ ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതം മാത്രം, സ്വർഗീയപ്പൻ്റെ ഹിതം മാത്രം, യേശുവിൻ്റെ ഹിതം മാത്രം നിറവേറ്റപ്പെടുവാൻ തക്ക വിധം ഞങ്ങളുടെ ശരീരമാകുന്ന ആലയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന രോഗവും തകർച്ചകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം എടുത്തു മാറ്റണമേ. സ്വർഗീയപ്പ വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ഞങ്ങളെ നയിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ എല്ലാ അവയവങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ പാപത്തിന് മോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ സഹായം ഞങ്ങൾക്ക് നൽകണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ശുശ്രൂഷയെ പങ്കെടുത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കാറ്റടിക്കും കടലിളകും ഭയമരുതേ.